സ്ഥലത്ത് പള്ളിയുണ്ടോ നോക്ക്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട്. ഇതില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കളെ കുറിച്ചൊക്കെ നിങ്ങൾ പരാതി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞൊക്കെ ഇവിടുന്ന് ജർമ്മനിക്ക്, ഓസ്ട്രേലിയക്ക്, ന്യൂസിലൻഡിൽ, UK-ക്കൊക്കെ പറഞ്ഞു വിടുവല്ലോ. കൊള്ളാം, നല്ല കാര്യം. പോണം, യാത്ര ചെയ്യണം, ജീവിതം മെച്ചപ്പെടുത്തണം. എന്റെ ഒരു ചോദ്യം, അതുങ്ങളുടെ ഉള്ളില് ഈ വിശ്വാസം ഉണ്ടോ? ഈ വിശ്വാസ അനുഭവം ഒരു കനല് പോലെ ഉണ്ടെങ്കിൽ മാത്രമേ അവര് ചെല്ലുന്ന ഇടങ്ങളിൽ അവര് പ്രാർത്ഥിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അമ്മേ ഞാൻ പള്ളിയിൽ പോകുന്നു. ഏത് പള്ളി, എവിടെ പള്ളി? ഫോണിൽ കൂടെ പറയും, പറച്ചില് മാത്രം ഉണ്ടാവുള്ളൂ. ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഭൂമിയിൽ എവിടെ പോയാലും ഉള്ളിന്റെ ഉള്ളിൽ ദൈവമേ എന്നൊരു വിളി ഉണ്ടാവും. ഉള്ളിൽ ഉണ്ടാവണം. അതിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് കിട്ടണം, അമ്മാമ്മയിൽ നിന്ന് കൊച്ചുമക്കളിലേക്ക് കിട്ടണം, ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിന്നിൽ നിന്ന് വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന സമയത്ത് അപ്പൻ മാറി വടക്കോട്ട് നോക്കി ഇരുന്നിട്ട് മകനോട് പറയുന്നു, മുട്ടുകുത്തി കൊന്ത ചെല്ലടാ. അവൻ മുട്ടുകുത്തുന്നതിന് മുമ്പ് നോക്കും അപ്പൻ എങ്ങനെ ഇരിക്കുന്നു, വടക്കോട്ട് നോക്കി കാറ്റും കൊണ്ടോണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ മുട്ടുകുത്തുന്നേ? അവൻ മുട്ടുകുത്തണമെങ്കിൽ അപ്പൻ മുട്ടുകുത്തി കൈകൂപ്പി കാണിച്ചു കൊടുക്കണം. രാവിലെ പള്ളിയിൽ പോകാനായിട്ട് അപ്പം കിടന്നോണ്ട് കട്ടിലേക്ക് കിടക്കുന്ന മകനെ തള്ളിയിട്ട് പള്ളിയിൽ പോടാ. ഇന്നത്തെ കാലം മാറി. മക്കള് അപ്പനെ പറയും, തന്ത വൈബ് കൈ വെച്ചാ മതി, തള്ള വൈബ് കൈ വെച്ചാ മതി എന്ന് മക്കള് പറയും. അപ്പൊ മക്കളോട് പോടാന്ന് പറഞ്ഞാൽ മക്കൾ തിരിച്ചു പറയും, താൻ പോടാന്ന് പറയും. അതാ കാലം. അതിന് പകരം അപ്പൻ എഴുന്നേറ്റ് വാടാ എന്ന് പറഞ്ഞാൽ കൂടെ വരുമെന്ന്. അല്ലാതെ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകത്തൊന്നുമില്ല. നമ്മളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നിന്നെ കണ്ടാണ് അടുത്ത തലമുറ പഠിക്കുന്നത്. പറഞ്ഞു കൊടുത്തു. നിന്നെ കണ്ടുകൊണ്ടാണ് അടുത്ത തലമുറ പഠിക്കുന്നത്. ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് ആര് കാണുന്നുണ്ട്? അടുത്ത തലമുറ ഉണ്ടെന്ന്. നമ്മളെ കണ്ടോണ്ടാണ് അടുത്ത തലമുറ പഠിക്കുന്നത്. നമ്മുടെ നടപ്പും നിപ്പും പരുവും ഒക്കെ കണ്ടോണ്ടാണ് അടുത്ത തലമുറ പഠിക്കുന്നത്. കുഞ്ഞുണ്ടാക്കുമ്പോഴത്തേക്ക് പറയത്തില്ലേ, അയ്യോ നിന്റെ കണ്ണ്, എന്റെ മൂക്ക്, അയ്യോ അല്ലെ? ഭാര്യ ഭർത്താവും കൂടെ പറയും. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴോ, കുട്ടിയുടെ സ്വഭാവ രീതികൾ മാറി തുടങ്ങുമ്പോഴോ, ഇത് എവിടുന്ന് കിട്ടി ഇതിന്റെ ഈ സ്വഭാവം? എവിടുന്നാ കിട്ടിയെന്ന് അല്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കൊണ്ട് അമ്മ വന്നിരിക്കും. അച്ഛാ, വാ തുറന്ന ചീത്ത വാക്കേ പറയൂ. എവിടുന്ന് പഠിച്ചാവോ ഈ സാധനം? മകളെ കുറിച്ച് അമ്മയുടെ കമന്റ്, എവിടുന്ന് പഠിച്ചാവോ ഈ സാധനം? ഓ അച്ഛാ, ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചേച്ചി. അന്നാമ്മളുടെ ഊറാലാക്കിയിട്ടോണ്ട് വന്ന സമയത്ത് ഞാൻ കൊച്ചിനെ നോക്കി, അമ്മയെ നോക്കി, കൊച്ചിനെ നോക്കി. 2 തവണ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി നേരെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ തലയിലും ഇച്ചിരി അന്നാമ്മള്ളം ഒഴിച്ചോക്കണേ. മനസ്സിലായോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞ ഈ കുട്ടിക്ക്, ഈ പെൺകൊച്ചിന് എവിടെ നിന്നാണ് ചീത്ത വാക്ക് പറയാൻ ലൈസൻസ് കിട്ടിയത്, പഠിച്ചത്? അമ്മയുടെ വായിൽ നിന്നാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഇതുങ്ങൾ ഗ്രാസ്പ് ചെയ്യും, തലയ്ക്കകത്തോട്ട് കയറ്റും. നിങ്ങളെ പോലെ തന്നെയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് മാറിയിൽ നോക്കണം, എന്റെ മകൾ എങ്ങനെ നടക്കുന്നു. വീട്ടിലേക്ക് നടക്കുന്നത് എങ്ങനെയാ നടക്കുന്നത്? ആരെ പോലെ നടക്കുന്നു? നിങ്ങളെ പോലെ തന്നെ അല്ലേ? ചില സമയത്ത് നിങ്ങൾ പറയത്തില്ല, അയ്യോ ഇവന്റെ ദേഷ്യം എവിടുന്നാണാവോ? എവിടുന്നാ? ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചൊന്നും അല്ല, നമ്മുടെ മക്കളല്ലേ, നമ്മുടെ ആരുടെയൊക്കെയോ സ്വഭാവ രീതികളാണെന്ന്. അതായത് വിശ്വാസ അനുഭവത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെ. ഇതെങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? പകർന്നു കിട്ടും. ഞാൻ ഇവിടെ നിന്ന് ഈ വിഷയത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയാൻ, ഞാനെന്നൊരു വൈദികനായിട്ട് 20 വർഷമായി. ഞാൻ ഈ അൾത്താര നിൽക്കുമ്പോൾ ഞാൻ എന്നും കാണുന്ന എന്റെ മാതാപിതാക്കളുടെ മുഖം. എന്റെ അപ്പൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന അപ്പൻ. 25 വർഷം എന്റെ അപ്പൻ മരിച്ചിട്ട്. ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എന്റെ അപ്പനെ കുറിച്ചുള്ള ഏക ചിത്രം എന്നും അതിരാവിലെ
വെള്ളമുണ്ടും വെള്ള ഷർട്ടും എടുത്ത് പള്ളിയിലേക്ക് പോകുന്ന അപ്പൻ, പള്ളിയുടെ മുൻവശത്ത് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ ചെല്ലുന്ന എന്റെ അപ്പന്റെ മുഖം എന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. കാരണം എന്റെ അപ്പന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. എന്റെ അമ്മ ഏകദേശം 4 വർഷത്തോളം കിടപ്പിലായിരുന്നു. 2 വർഷം മുമ്പ് മരിച്ചു. ഈ 4 വർഷത്തോളം കിടപ്പിലായിരുന്ന അവസരത്തിൽ ഞാൻ ഈ അമ്മയുടെ അടുക്കൽ വന്ന് പലപ്പോഴും ഇരുന്നുകൊണ്ട് ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ കിടപ്പിനിടയിലും ഞാൻ ഇന്നും കണ്ടൊരു കാര്യം, ആ കിടപ്പിനിടയിലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ കിടക്കുന്ന അമ്മ, കയ്യിൽ എപ്പോഴും ജപമാലയുണ്ട്. ഇന്ന് വരെ ജീവിതത്തില് ഈ അമ്മ കിടപ്പിലായതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാരവും ആ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അടുത്ത് ചെന്നിരിക്കുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്ന അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കിട്ടും? അവരുടെ ജീവിതത്തിൽ അവര് ചൊല്ലിയ ജപമാലയും പ്രാർത്ഥിച്ചതിന്റെ മെച്ചമാണ്. ചെറുപ്പത്തിലൊക്കെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന സമയത്ത് ഞങ്ങൾ 7 മക്കളുണ്ട്. മക്കള് അവിടെ വന്ന് ഒരുമിച്ച് മുട്ടുകുത്തണം, പ്രാർത്ഥിക്കണം. ഉള്ളവര് എല്ലാവരും ഉണ്ടാവണമെന്നില്ല. 7 മക്കൾ 7ാമനാണ്. അപ്പൊ അതുകൊണ്ട് തലമുറ അങ്ങോട്ട് മാറിയേ. ഉള്ളവര് വീട്ടില് ഞാൻ ഓർക്കുന്നുണ്ട്, ചേച്ചിമാരൊക്കെ വേണ്ടി മുട്ടുകുത്തണം, മുട്ടുകുത്തി ജപമാല ചെല്ലണം. ഓർമ്മയുണ്ടോ? പല വീടുകളിലും കുടുംബ പ്രാർത്ഥന സമയത്ത് ഒരു പ്രാർത്ഥന പായ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മൂലയിൽ ഒരു പാ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട് വന്നിട്ട് അങ്ങോട്ട് വിരിക്കും. എന്നിട്ട് അവിടെയാണ് അങ്ങോട്ട് മുട്ടുകുത്തുന്നത്. ഇപ്പൊ വല്ലതും ഉണ്ടോ പ്രാർത്ഥനപ്പ? എവിടെ? ഇപ്പൊ അച്ഛാ ഞങ്ങള് ഓരോരുത്തരും ഓരോ മുറി ഇരുന്നാ പ്രാർത്ഥിക്കുന്ന അല്ലെ? ഓരോരുത്തർ സോഫയിലായി കസേരയിലായി ഓരോ കോർണറിൽ അങ്ങോട്ട് ഇരിക്കും. ജീവിതത്തില് ചെറുപ്പത്തിൽ കിട്ടിയ മെച്ചം എന്താണെന്നറിയോ? ഈ അപ്പന്റെ അമ്മയുടെ നന്മയാ. കുടുംബ പ്രാർത്ഥന, കുടുംബത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കഞ്ഞിയില്ലെന്ന്. കഞ്ഞിയില്ല. ആ പട്ടിണി കിടന്നോ? പട്ടിണി കിടക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ വളർന്നത് കൊണ്ട് ഉള്ളിന്റെ ഉള്ളൊരു തീക്കനലുണ്ട്. എന്തുവാ? വിശ്വാസത്തിന്റെ കനല്. പകർന്നു കിട്ടണോന്ന്, പകർന്നു കിട്ടണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താനും വിഷമിപ്പിക്കാനുമല്ല, സ്വയം ചിന്തിക്കണം. നിന്റെ മക്കളെ കുറിച്ചും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ചും നിങ്ങളെ കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കാൻ കിട്ടുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ.